ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ രുചികരമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസ് പീസായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത്. ബീട്രൂട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഒരു ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വെക്കാം. ബീട്രൂട്ട് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിനാവശ്യമായ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം അരച്ച് വെച്ച മിക്സിലേക്ക് ഈ ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ബീട്രൂട്ട് വേവിക്കാൻ വെച്ച അതേ ചട്ടിയിൽ തന്നെ ഈ ബീട്രൂട്ടിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബീട്രൂട്ടിൻ്റെയും തേങ്ങയുടെയൊക്കെ പച്ചച്ചോകയൊന്ന് മാറി കിട്ടണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി രുചിയിൽ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട ഈ ഓണത്തിന് തീർച്ചയായും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.